ഇന്നത്തെ വീഡിയോ ഹീറോൻ്റെ എക്സ്ട്രീം 250R അപ്ഡേറ്റ് ആണ്. വണ്ടിൻ്റെ ലോഞ്ച് സൂൺ ആണ്. വണ്ടി പെട്ടെന്ന് തന്നെ ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. എക്സ്ട്രീം ഇപ്പോൾ ഡൽഹിയിൽ വെച്ചിട്ട് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. 2024 നവംബറിലാണ് വണ്ടി അൺവെയിൽ ചെയ്തിട്ടുള്ളത്. ഹീറോൻ്റെ 3 ബൈക്ക് അൺവെയിൽ ചെയ്തിട്ടുണ്ട്. ഹീറോൻ്റെ എക്സ്ട്രീം 250Rഉം പിന്നെ കരിസ്മ 250 പിന്നെ എക്സ്പൾസ് 210 ഈ ഒരു എക്സ്ട്രീം എന്ന് പറയുന്നത് ഹീറോൻ്റെ ഒരു നേക്കഡ് സ്ട്രീറ്റ് ഫൈറ്റർ കാറ്റഗറി നിൽക്കുന്ന ഒരു മോഡലാണ്. വണ്ടി അൺവെയിൽ ചെയ്ത സമയത്ത് തന്നെ വണ്ടീൻ്റെ ലുക്ക് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പം ഇറങ്ങുന്ന ഹീറോൻ്റെ ഡിസൈനിൽ നല്ല മാറ്റം കണ്ട് പഴയ പോലെയല്ല, ഇപ്പം കുറച്ചും കൂടി കാണാൻ നല്ല വൃത്തിയുണ്ട്. എനിക്ക് തോന്നുന്നു ഹീറോ ഇപ്പം ഇറക്കി വെച്ചിട്ടുള്ള ഏറ്റവും നീറ്റായിട്ടുള്ള ഡിസൈനാണ് ഹീറോ എക്സ്ട്രീം 250Rന് വന്നിട്ടുള്ളത്. വണ്ടിൻ്റെ ഫുൾ ഡിസൈൻ നോക്കുവാണെങ്കിൽ ഒരു നേക്കഡ് സ്ട്രീറ്റ് ബൈക്കിൻ്റെ സെയിം ഡിസൈനാണ്. ഒരു പക്ക ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു നീറ്റ് ഡിസൈൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഫ്രണ്ടിൽ കുറച്ച് വലുപ്പത്തിലുള്ള LED ലൈറ്റ് വരുന്നുണ്ട്. ആ ഒരു ഹെഡ് സെക്ഷനൊക്കെ കാണാൻ നല്ല വൃത്തിയുണ്ട്. ഫ്രണ്ടിൽ ഒരു 43mm ഗോൾഡൻ ടൈപ്പിലുള്ള UHT4 കൊടുത്തിട്ടുള്ളത്. വണ്ടി കാണാൻ നല്ല സ്പോർട്ടിയാണ്, നല്ലൊരു അഗ്രസീവ് ലുക്ക് ഉണ്ട്. ബാക്കിൽ നോക്കുവാണെങ്കിൽ 6 സ്റ്റെപ്പ് പ്രീലോഡ് അഡ്ജസ്റ്റബിൾ മോണോ ഷോക്ക് വരുന്നുണ്ട്. ഒരു TFT മീറ്റർ കൺസോൾ ആയിരിക്കും വണ്ടിക്ക് വരാൻ പോകുന്നത്. വണ്ടി ഫുള്ളി ട്രെല്ലിസ് ഫ്രെയിമിലായിരിക്കും നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെ വണ്ടിയുടെ ടാങ്കിൻ്റെ ഡിസൈൻ നോക്കുവാണെങ്കിൽ അടിപൊളിയാണ്. ഒരു മസ്കുലർ ടൈപ്പിലുള്ള ഫുൾ ടാങ്കാണ്. 3D ഷേപ്പിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ടാങ്കിൻ്റെ മുകളിൽ തന്നെ എക്സ്ട്രീം എന്നുള്ള ബാഡ്ജിങ് കാണാൻ പറ്റും. പിന്നെ വണ്ടീൻ്റെ സീറ്റിംഗ് സ്പ്ലിറ്റ് സീറ്റിലാണ്. പിന്നെ സൈഡ് പാനലൊക്കെ കാണാൻ നൈസാണ്. ബാക്കിലെ ടേൽ സെക്ഷൻ LED ആണ്. ഇൻഡിക്കേറ്ററൊക്കെ ചെറുതാണ്. നമ്മൾ ഡ്യൂക്കിലൊക്കെ കണ്ടിട്ടുള്ള അതേപോലത്തെ ഒരു ചെറിയ ഇൻഡിക്കേറ്ററാണ്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഹീറോ നല്ല രീതിക്ക് വണ്ടി ഫോക്കസ് ചെയ്തിട്ടുണ്ട്, നല്ല രീതിക്ക് തന്നെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കാറ്റലിറ്റിക് കൺവേർട്ടറിന് മുകളിൽ വരുന്ന എക്സോസ്റ്റൊക്കെ നല്ല നീറ്റിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. വണ്ടിക്ക് ഫ്രണ്ടിലും ബാക്കിലും ABS ഉണ്ടാവും. ഡുവൽ ചാനൽ ABS ആണ്. വണ്ടിയുടെ ടയർസും അലോവിയിലേക്ക് ഭയങ്കര ലൈറ്റർ ആയിരിക്കും. വെയിറ്റ് കുറക്കാൻ വേണ്ടി പരമാവധി അവർ ശ്രമിച്ചിട്ടുണ്ട്. ഇനി എഞ്ചിൻ്റെ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ ഹീറോൻ്റെ ഫസ്റ്റ് 250cc എഞ്ചിനാണ്. ഈ ഒരു എഞ്ചിനാണ് അവർ ഹീറോൻ്റെ കരിസ്മ XMR 250ക്കും കൊടുക്കാൻ പോകുന്നത്. 250cc സിംഗിൾ സിലിണ്ടർ 4 സ്റ്റോക്ക് 4 വാൽവ് ലിക്വിഡ് കൂൾഡ് DOS എഞ്ചിനാണ് വണ്ടിക്ക് യൂസ് ചെയ്യാൻ പോകുന്നത്. നല്ലൊരു പവർഫുൾ എഞ്ചിനാണ് ഹീറോ ഈ ഒരു ബൈക്കിന് കൊടുക്കാൻ പോകുന്നത്. അറൗണ്ട് ഒരു 30 bhp പവറും 25 Nm ടോർക്കാണ്. വണ്ടിക്ക് 6 സ്പീഡ് ഗിയർ ബോക്സിലായിരിക്കും വരാൻ പോകുന്നത്. നല്ലൊരു ടോപ്പ് എൻഡും ഇനീഷ്യൽ റെസ്പോൺസ് വണ്ടിക്ക് ഉണ്ടാവും. അപ്പോൾ ഹീറോ ക്ലെയിം ചെയ്തിട്ടുള്ളത് വെറും 3.2 സെക്കൻഡാണ് വണ്ടിക്ക് 0 to 60 അച്ചീവ് ചെയ്യുമെന്നൊരു ടൈം എന്ന് പറയുന്നത്. ഈ ഒരു ബൈക്കിനെ ഇറക്കിക്കൊണ്ട് ഹീറോ ഡയറക്റ്റ് കോമ്പറ്റേറ്റ് ചെയ്യാൻ പോകുന്നത്, മത്സരിക്കാൻ പോകുന്നത് KTMനോടാണ്. ഈ ഒരു ബൈക്കിൻ്റെ മെയിൻ കോമ്പറ്റേറ്റർ ആയിട്ട് വരുന്ന മോഡൽ KTMൻ്റെ ഡ്യൂക്ക് 250 ആണ്. ഹീറോന് KTMൻ്റെ അടുത്ത് എത്താൻ പറ്റും അല്ലെങ്കിൽ ആ ഒരു ബൈക്കുമായിട്ട് മുട്ടാൻ പറ്റും എന്നുള്ള കാര്യം കണ്ടറിയാം. എന്തായാലും KTMൻ്റെ ഡ്യൂക്കിൻ്റെ അത്ര പ്രൈസ് എന്തായാലും ഉണ്ടാവില്ല. ഹീറോ നല്ലൊരു പ്രൈസിങ്ങിലും ഈ ഒരു ബൈക്ക് ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യും. അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ നല്ലൊരു അഫോർഡബിൾ പ്രൈസിൽ നല്ലൊരു 250cc നല്ലൊരു പവർഫുൾ 250cc നമുക്ക് വാങ്ങാൻ പറ്റും. ഒരുപക്ഷെ ജനുവരി 17 നടക്കുന്ന ഭാരത് മൊബിലിറ്റി ഓട്ടോ എക്സ്പോയിൽ വണ്ടി ലോഞ്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അടുത്ത തന്നെ വണ്ടീൻ്റെ ലോഞ്ച് ഡേറ്റ് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഹീറോൻ്റെ എക്സ്പൾസിൻ്റെയും ലോഞ്ച് ഡേറ്റ് വരാൻ സാധ്യതയുണ്ട്. അപ്പം ഇതുപോലെ മോട്ടോർ സൈക്കിൾ റിലേറ്റഡ് വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാ അപ്ഡേറ്റും നമ്മൾ